നമസ്കാരം. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്തെ ഓരോ നീക്കവും അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിന്റെ പേരിൽ പൊതിയപ്പെട്ടതാണെങ്കിലും അതിന്റെ അർത്ഥം ആഗോള രാഷ്ട്രീയത്തിൽ ഒരു അപകടകരമായ അസ്ഥിരതയുടെ വിത്ത് വിതച്ചതായിരുന്നു. ചൈനയുടെ വളരുന്ന സാമ്പത്തിക സൈനിക ശക്തിയെ ചെറുക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ച് ട്രംപ് നടത്തിയ തീരുമാനങ്ങൾ സ്വതന്ത്രവും വ്യക്തിപരവുമാണെന്ന് അവകാശപ്പെട്ടുവെങ്കിലും അതിനു പിന്നിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന മറഞ്ഞിരിക്കുന്ന അധികാര ഘടകങ്ങളുടെ കൃത്യമായ തന്ത്രം പ്രവർത്തിച്ചുവെന്ന വാദം ഇന്ന് ശക്തമാവുകയാണ്. ട്രംപ് വെറും ഒരു മുഖം മാത്രമായിരുന്നു, അല്ലെങ്കിൽ ചൈനയെ വളയാൻ രൂപകൽപ്പന ചെയ്ത ഒരു വലിയ ആഗോള കളിയിലെ ഉപകരണമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. രണ്ടാം ഭരണത്തിന്റെ തുടക്കം മുതൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൈക്കൊള്ളുന്ന വഴിവിട്ട നടപടികൾ പലതും തോന്നിവാസമാണെന്നും അമിതാധികാര പ്രവണതയാണെന്നും പക്വതയില്ലാത്ത അഹങ്കാരം നിറഞ്ഞ എടുത്തുചാട്ടമാണ് എന്നുമാണ് പൊതുവെ ലോകം കരുതുന്നത്. അമേരിക്കയിൽ പോലും അങ്ങനെ തന്നെ. വെനസ്വേലയിലെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ സൈനിക ആക്രമണത്തിലൂടെ തട്ടിക്കൊണ്ടുപോയത് മുതൽ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന ഭീഷണി വരെ, പിഴത്തീരുവകൾ ചുമത്തി ആഗോള വ്യാപാര പങ്കാളികളോട് മര്യാദയില്ലാതെ പെരുമാറുന്നതും ഇറാൻ സർക്കാരിനെ അട്ടിമറിക്കാൻ നാട്ടുകാരെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുന്നതും യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് അനുകൂലമായി സംസാരിക്കുന്നതും വരെ, സ്വന്തം സഖ്യകക്ഷികളെയും ജനാധിപത്യ മൂല്യങ്ങളെയും ദുർബലപ്പെടുത്തുന്ന സ്വാർത്ഥമതിയായ ട്രംപ് അപകടകാരിയായ ഏകാധിപതിയാണ് എന്ന് വിമർശകർ കുറ്റപ്പെടുത്തുന്നു. ഒട്ടും പ്രവചിക്കാനാവാത്ത രീതിയിൽ പെരുമാറുന്ന ഈ മനുഷ്യന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ലോകം ചോദിക്കുന്നു. എന്നാൽ ഇതിന് പിന്നിൽ വ്യക്തമായ ഒരു ചിന്താ പദ്ധതി ഉണ്ട് എന്ന് കരുതുന്നവരും കുറവല്ല. ആ പദ്ധതിക്ക് പിന്നിൽ അമേരിക്കയിലെ നിഗൂഢ രാഷ്ട്രം അഥവാ ഡീപ് സ്റ്റേറ്റ് ആണെന്ന് അവർ ശക്തിയുക്തം വാദിക്കുന്നു. എക്സ് പോലുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന നിരവധിയായ ഇത്തരം വിപരീത വീക്ഷണങ്ങളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നേടുകയാണ്. ലോകം കാണുന്നത് ചൈനയ്ക്ക് മേധാവിത്വമുള്ള ലോകക്രമം വരാനുള്ള പഴുതുകളെ അമേരിക്ക അടയ്ക്കുന്നതാണ് എന്നും ഈ ലക്ഷ്യം നേടാൻ ട്രംപിനെ തിരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചത് ഡീപ് സ്റ്റേറ്റ് ആണെന്നും വാദിക്കുന്നവരുണ്ട്. പനാമ കനാലും വെനസ്വേലയും നിയന്ത്രണത്തിലാക്കിയ US വൈകാതെ തെക്കേ അമേരിക്ക മുഴുവൻ കൈപ്പിടിയിലൊതുക്കും. US സ്വന്തം തട്ടകം ഭദ്രമാക്കുകയും മെല്ലെ മെല്ലെ ചൈനയെ വളയുകയുമാണ് എന്നവർ പറയും. അതിവേഗം അമേരിക്കയ്ക്ക് വെല്ലുവിളിയായി വളർന്ന ചൈനയെ ഒറ്റപ്പെടുത്തി ദുർബലപ്പെടുത്താനുള്ള ഡീപ് സ്റ്റേറ്റ് പദ്ധതി ട്രംപ് കൃത്യമായി നടപ്പാക്കുകയാണെന്ന വാദം ശക്തമാണ്. ഭൗമരാഷ്ട്രീയത്തിലെ ചില നിർണായകമായ വഴിത്തിരിവുകൾ മാസങ്ങൾക്ക് മുൻപ് പ്രവചിച്ച് ശ്രദ്ധേയനായ അരവിന്ദിനെ പോലുള്ളവർ ഈ നീക്കങ്ങൾ ബെയ്ജിംഗിന്റെ സ്വാധീനം കുറയ്ക്കാനുള്ള വിശാല ശ്രമങ്ങളുടെ ഭാഗമായി കാണും. പെന്റഗണിന്റെ നയരൂപീകരണത്തിന്റെ കേന്ദ്ര ബിന്ദുവായ അണ്ടർ സെക്രട്ടറി എൽബ്രിഡ് കോൾബി 2021 രചിച്ച നിഷേധിക്കൽ തന്ത്രം വൻ ശക്തി സംഘർഷങ്ങളുടെ കാലത്തെ അമേരിക്കൻ പ്രതിരോധം എന്ന പുസ്തകം ഇന്നത്തെ അമേരിക്കൻ പ്രതിരോധത്തിന്റെ അടിസ്ഥാന രേഖയാണ്. തന്ത്രപരമായ മുൻഗണനകൾക്ക് പ്രാമുഖ്യം നൽകുന്ന കോൾബി രാജ്യതന്ത്രം വേദനാജനകമായ തിരഞ്ഞെടുപ്പുകളുടേതാണ് എന്ന് വ്യക്തമാക്കുന്നു. വാങ്ങൽ ശേഷി അടിസ്ഥാനത്തിൽ നോക്കിയാൽ ആഗോള GDPയുടെ പകുതിയോളം കൈകാര്യം ചെയ്യുന്ന ഏഷ്യയിൽ ചൈന ആധിപത്യം സ്ഥാപിച്ചാൽ അത് ലോക സാമ്പത്തിക ക്രമത്തെയും അമേരിക്കയുടെ നിലനിൽപ്പിനെയും ബാധിക്കുമെന്ന് കോൾബി വാദിക്കുന്നു. ഓരോ രാജ്യങ്ങളെയായി പിടിച്ചെടുക്കുന്ന ചൈനീസ് രീതി US തടയണം. തായ്വാൻ വിടാൽ സഖ്യകക്ഷികൾക്ക് അമേരിക്കയിൽ വിശ്വാസം നഷ്ടപ്പെടുകയും ചൈനയുടെ ആധിപത്യം ശക്തിപ്പെടുകയും ചെയ്യും. അതിനാൽ ചൈനയ്ക്ക് തായ്വാൻ പിടിച്ചെടുക്കാൻ സാധിക്കാത്ത വിധം US സൈനിക ശേഷി വർദ്ധിപ്പിക്കണമെന്ന് കോൾബി പറയുന്നു. ഈ ലക്ഷ്യം കൈവരിക്കാൻ യൂറോപ്പിലെ സൈനിക വിന്യാസം കുറച്ച് ഏഷ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. വ്യാപാര യുദ്ധങ്ങൾ, ടെക്നോളജി നിയന്ത്രണങ്ങൾ, ചൈനീസ് കമ്പനികളോടുള്ള തുറന്ന ശത്രുത, ഏഷ്യ പസഫിക് മേഖലയിലെ സൈനിക ഇടപെടലുകൾ, ഇവയെല്ലാം ട്രംപിന്റെ വ്യക്തിപരമായ ആക്രമണ സ്വഭാവത്തിന്റെ ഫലം എന്നതിലുപരി ചൈനയുടെ ഉയർച്ച തടയാനുള്ള ഒരു ദീർഘകാല അമേരിക്കൻ അജണ്ടയുടെ ഭാഗമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. എന്നാൽ ഇവിടെ അപകടകരമായത് ട്രംപ് ഈ തന്ത്രങ്ങളെ നടപ്പാക്കിയ രീതി തന്നെയാണ്. നയതന്ത്ര ബുദ്ധിയില്ലായ്മയും സഖ്യരാജ്യങ്ങളെ പോലും അപമാനിക്കുന്ന ധാർഷ്ട്യവും ആഗോള നിയമങ്ങളോടുള്ള അവഗണനയും അമേരിക്കയുടെ തന്നെ വിശ്വാസ്യതയെ തകർത്തു. ഡീപ് സ്റ്റേറ്റിന്റെ പേരിൽ ചൈനയെ തടയാനുള്ള ശ്രമം ട്രംപിലൂടെ നടപ്പാക്കിയപ്പോൾ അത് ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കിയില്ല, മറിച്ച് അനിശ്ചിതത്വവും വിഭജനവും വർദ്ധിപ്പിച്ചു. ഒരു ഉത്തരവാദിത്തമുള്ള നേതാവ് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളെ ട്രംപ് കൈകാര്യം ചെയ്തത് അഹങ്കാരവും പ്രതികാര ബുദ്ധിയും കൊണ്ടായിരുന്നു. അതിന്റെ വില അടക്കേണ്ടി വന്നത് മുഴുവൻ ലോകവുമാണ്. ട്രംപിന്റെ ചൈന വിരുദ്ധ നീക്കങ്ങളെ ഡീപ് സ്റ്റേറ്റ് തന്ത്രത്തിന്റെ ഭാഗമെന്ന നിലയിൽ വിലയിരുത്തുമ്പോൾ ഒരു സത്യം വ്യക്തമാണ്. ട്രംപ് ആ തന്ത്രത്തിന്റെ ബുദ്ധിമാനായ ശില്പിയല്ല, മറിച്ച് അപകടകരമായ ഒരു നടനായിരുന്നു. ചൈനയെ നിയന്ത്രിക്കണമെന്ന അമേരിക്കൻ ആഗ്രഹം ചരിത്രപരമായി നിലനിൽക്കുന്നതാണെങ്കിലും അതിനെ നടപ്പിലാക്കാൻ ട്രംപ് തിരഞ്ഞെടുത്ത മാർഗങ്ങൾ ആഗോള സമാധാനത്തിന് ഭീഷണിയായി. സാമ്പത്തിക ഉപരോധവും ശക്തി പ്രദർശനവും മാത്രം ആശ്രയിച്ചുള്ള സമീപനം ചൈനയെ ദുർബലമാക്കിയില്ല, മറിച്ച് ചൈനയെ കൂടുതൽ സ്വയം പര്യാപ്തമാക്കുകയും പുതിയ സഖ്യങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ലോകം കൂടുതൽ സുരക്ഷിതമായോ? ഉത്തരം വ്യക്തമാണ്, ഇല്ല. ട്രംപ് തന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ ലാഭത്തിനായി ആഗോള സംഘർഷങ്ങളെ ഇന്ധനം ചേർത്തു. ചൈനയെ ചെറുക്കാനുള്ള പേരിൽ അദ്ദേഹം സൃഷ്ടിച്ചത് ഒരു അസ്ഥിരമായ ലോകക്രമമാണ് എന്നതാണ് വാസ്തവം.